പിന്നെ ഒരു പടത്തിൽ ആക്ട് ചെയ്തു. പിന്നെ ശാരദയുടെ രണ്ടാമത്തെ ചിത്രം ആരാധന, മധുവായിരുന്നു ഡയറക്ടർ. അതിൽ ചെറിയമ്മയായിട്ട് ഞാൻ ആക്ട് ചെയ്തു, ചെറിയ വേഷം. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ അതൊരു ആർട്ട് പടം, അതിൽ ഞാൻ അമ്മയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയത്തിൽ ഒരു ചെറിയ ക്യാരക്ടർ, എയർപോർട്ട്, അതിൽ കാല് വയ്യാത്ത ഒരു സ്ത്രീയായിട്ട്. അങ്ങനെ 3 പടത്തിൽ ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മുടെ ഈ സൂര്യകൃഷ്ണമൂർത്തിയെ, ആ കൃഷ്ണമൂർത്തിയാണ്, നമുക്ക് ആ കൃഷ്ണമൂർത്തി ആരെന്നോ ഒന്നും അറിയില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം 2-3 പേര് വന്നിങ്ങനെ പറഞ്ഞു, പഴയ കാലത്ത് ആക്ട് ചെയ്ത ഇങ്ങനെ ഒരാൾ ഉണ്ടല്ലോ, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് വന്നപ്പം ഞാൻ പറഞ്ഞു അത് ഞാനാണ്. ആ ഫീൽഡുമായിട്ടുള്ള സകല ടച്ചും വിട്ടു. അങ്ങനെ ഇരുന്ന് കണ്ടു സംസാരിച്ചു. പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾക്ക് ഞാൻ പിന്നെ നാടകത്തിലുള്ള 2-3 MK കമല, ജ്ഞാനാംബിക ആക്ട് ചെയ്ത് അവരങ്ങനെയൊക്കെ ഞങ്ങളെ എല്ലാവരും വിളിച്ച് ആദരവ് തന്നു. ടാഗോർ തിയേറ്ററിൽ ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ തന്ന് അങ്ങനെയാണ്. അപ്പം അങ്ങനെ എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ ഇന്നാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അതിനുശേഷം ഞങ്ങൾക്ക് കോട്ടയത്ത് സ്വീകരണം തന്നു, എറണാകുളത്ത്, അങ്ങനെ ഒരുപാട് സ്വീകരണങ്ങൾ ഈ ബാച്ചിന് എല്ലാവർക്കുമാണ് തന്നത്. അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ചു വന്നു. അങ്ങനെ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയാണ് കോമളം. വിവാഹ ജീവിതത്തിലേക്ക് കാലൂന്നിയതും വൈകിയാണ്. ആ ജീവിതവും പങ്കുവച്ചത് സങ്കടങ്ങൾ മാത്രം. അല്പകാലത്തെ ദാമ്പത്യം. നിത്യരോഗിയായ ഭർത്താവ് കടന്നുപോയപ്പോൾ വൈധവ്യ വേദനയുമായി കോമളം ഇവിടെ തനിച്ചാകുന്നു. വളരെ താമസിച്ചായിരുന്നു എൻ്റെ വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ അച്ഛൻ്റെ അനന്തരവൻ ഒരു MC മേനോൻ, ആ മനുഷ്യൻ ഇങ്ങനെ ഇവിടെ വരെയൊന്നുമില്ല, ഇവിടെ എപ്പോഴോ ഇവിടെ വേറെ എവിടെയോ വന്നപ്പോൾ പങ്കുമോൻ്റെ മോളെ കണ്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞത്. ഇങ്ങനെ വെറുതെ നിൽക്കുകയായിരുന്നു. അമ്മയും ഇവിടെ മറ്റേ 2ാമത്തെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ആ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത്. എന്നെ വിവാഹം കഴിച്ചപ്പോഴേ എൻ്റെ അഞ്ചേട്ടന് അസുഖമൊക്കെ ഉണ്ടായിരുന്നാൽ അത് 5 വർഷം ശുശ്രൂഷ മെഡിക്കലിൽ വീട്ടിലുമായിട്ട് കൊണ്ടു കിടന്ന് ശുശ്രൂഷിച്ചു. അതിൻ്റെ മോക്ഷമായിരിക്കും ഇപ്പോഴും ഞാനിങ്ങനെ ജീവിക്കുന്നത്. ഇന്ന് ആരുമില്ല, ഭർത്താവ് മരിച്ചു, അമ്മ മരിച്ചു, എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാം മരിച്ചു. ഇനി 2 പേരേ ഉള്ളൂ ജീവിച്ചിരിക്കുള്ളൂ, ഞാനും അഞ്ചത്തി. അവർക്കെല്ലാം ഫാമിലിയുണ്ട്, മക്കളും എല്ലാവർക്കും കുഞ്ഞമ്മ, മാമി, ഞോമാൻറ്റി, ഇങ്ങനെയൊക്കെ പലരും വിളിച്ച് അങ്ങനെയൊക്കെ എന്നെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ജീവിതം ഹോമിച്ച് യഥാർത്ഥത്തിൽ ജീവിക്കാൻ മറന്ന എന്തോന്ന് എനിക്ക് വാക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്ത്രീയാണ് ഞാൻ. സാമ്പത്തികമായിട്ട് വേറെ പണങ്ങളൊന്നുമില്ല. പിന്നെ ആ ഫിലിമിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഇന്ന് ഞാൻ ജീവിക്കുന്നു. താമസിക്കാൻ വീടുണ്ട്, അതാരും അടിച്ചടക്കില്ല. ജനിച്ച് വളർന്ന വീട് താമസിക്കാനും എനിക്ക് ഈ പെൻഷൻ ഞാൻ പറഞ്ഞാൽ അമ്മയുടെ പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ആരെയും വേദനിപ്പിക്കാനോ ചോദിച്ചു വേണ്ടിക്കാൻ എനിക്കില്ല. അറിഞ്ഞതെന്നാ വാങ്ങും, അല്ലാതെ അയ്യോ എനിക്കില്ലേന്ന് ആരും പറയണ മഹാമോശമാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിത രീതി. ഉള്ളത് കൊണ്ട് അന്തസ്സായിട്ട് കഴിയുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ എവിടെയെങ്കിലും ചെന്ന് ആരുടെയെങ്കിലും പറ്റി ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഉള്ളത് മതിയല്ലോ എനിക്ക്. ഞാൻ അതുകൊണ്ട് സംതൃപ്തയാണല്ലോ. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു പേരെടുത്ത് ഒരു അഭിനേത്രിയായിട്ട് അടുത്ത ജന്മമെങ്കിലും എനിക്ക് പേരെടുക്കണം. ആ ഒരൊറ്റ ആഗ്രഹമേ ഇനിയുള്ളൂ. ഈ ജന്മം ഇനി നോക്കണ്ട.